എന്താടി നിന്റെ നാക്കിറങ്ങിപ്പോയോ? നിനക്കൊന്നും പറയാനില്ലേ? ഓരോ കള്ളത്തരങ്ങൾ ചെയ്തു വച്ചിട്ട് ഇവിടെ വന്നിട്ട് നുണ പറയാ അവള്. അതിനനുസരിച്ചൊരു കെട്ടിയോനും, കുടുംബത്തിന്റെ മാനം കളയാനായിട്ട് ഒരുത്തൻ. എന്നും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാനേ അവന് സമയമുള്ളൂ. ഇങ്ങനെ ഒരുത്തനാണല്ലോ എന്റെ വയറ്റിൽ വന്ന് പിറന്നത്. ഇങ്ങനത്തെ മക്കളെ കിട്ടാനും പുണ്യം ചെയ്യണം. അവള് നിക്കണുണ്ടില്ലേ തല കുമ്പിട്ടിട്ട്, തെറ്റ് ചെയ്ത കുറ്റവാളികളെ പോലെ. നിനക്കൊന്നും പറയാനില്ലടി? അവൻ തെറ്റ് ചെയ്തോണ്ടല്ലേ അവന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടേക്കണം. സച്ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ. സച്ചേട്ടൻ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തത്, അത് ഇങ്ങനെ ആയിപ്പോയി. എന്ത് നല്ല കാര്യം? നീ ഇപ്പൊ ഇത് നുണ വന്ന് പറഞ്ഞു. മഹിമ വന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, വർഷയുടെ അമ്മ വന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ സത്യങ്ങളൊക്കെ അറിയായിരുന്നോ? അപ്പൊ രേവതി ഇങ്ങനെ വർഷയുടെ മുഖത്തേക്ക് നോക്കാണ്. അപ്പൊ വർഷ അറിഞ്ഞിട്ടില്ല കേട്ടോ അമ്മ വന്നത്. രവിയേട്ടനും ഞങ്ങളെല്ലാവരും അറിഞ്ഞിട്ടായിരിക്കണം. എന്നിട്ട് നീ നുണ പറയാൻ നിക്കല്ലേ ഞങ്ങളോട്. അപ്പൊ അച്ഛ, അദ്ദേഹം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് അച്ഛ അത് ചെയ്തതെന്ന് പറയാന് രേവതി രവീന്ദ്രനോട്. പക്ഷെ രവീന്ദ്രന്റെ മുഖം തെളിയില്ല. രവീന്ദ്രൻ പറയണ്ട, എന്തൊക്കെ ന്യായീകരിച്ചാലും മോളെ നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. നിങ്ങളെ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു. അവൻ ചെയ്യുന്നുണ്ട്, അവന് എടുത്തുചാട്ടം കുറച്ച് കൂടുതലാ. പക്ഷെ നീ അങ്ങനെ ആവോ? നീ അവനെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. നീയെങ്കിലും അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇതല്ലാണ്ട് എന്തൊക്കെയോ എത്രയോ നല്ല വഴികളുണ്ട്. ഇങ്ങനെ കുറുക്ക് വഴി ഉപയോഗിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതിപ്പോ നിങ്ങൾ ആ പ്രിൻസിപ്പാളിനെ കബളിപ്പിക്കുകയല്ലേ ചെയ്തത്, അദ്ദേഹത്തെ പറ്റിക്കുകയല്ലേ ചെയ്തത്. നിങ്ങൾക്ക് ഈ വിഷയം എന്നോട് പറയായിരുന്നില്ലേ? ഞാൻ എന്തെങ്കിലും സൊല്യൂഷൻ പറയായിരുന്നല്ലോ. നിങ്ങളപ്പോഴേക്ക് എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടല്ലേ. എന്തായാലും രേവതി, ഞാൻ ഇത് ന്യായീകരിക്കില്ല. എനിക്കത് ഇഷ്ടായില്ല. അങ്ങനെ പറയാണ് രവീന്ദ്രൻ. ഇത് കേൾക്കുമ്പോൾ സന്തോഷാവാണ് ചന്ദ്രയ്ക്ക്. കാരണം ആദ്യമായിട്ടാണ് രവീന്ദ്രൻ രേവതിനെ വഴക്ക് പറയണത്. അതിന്റെ സന്തോഷത്തിലാണ് ചന്ദ്ര ഇരിക്കുന്നത്. എങ്ങനെയാ പറഞ്ഞ തലയിൽ കയറണ്ടേ? ഭാര്യയ്ക്കും ഭർത്താവിനും അവരാണ് വലിയ ആൾക്കാരെന്നൊരു ഭാവമാണ് എന്നൊക്കെ പറയാണ്. അത് പറഞ്ഞിട്ട് ഇത് കേൾക്കുമ്പോ ശ്രുതിയും കൂടിയിട്ടും കളിയാക്കണം. അതിനെങ്ങനെയാ ഇവരെ റൂം കെട്ടും എന്നൊക്കെ പറഞ്ഞ് വലിയ മനക്കോട്ട കെട്ടുണ്ട്. ഒരു കാര്യം ചെയ്യേ, നീ അവനോട് ഇവിടെ റൂം കെട്ടണ്ട് പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കോളാൻ പറ. അവിടെ ആകുമ്പോൾ അവിടുന്ന് കയറാനും ഇറങ്ങാനും എളുപ്പമാണല്ലോ, അത്രയും ദൂരം യാത്ര ചെയ്യണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും സച്ചിനെ കുറ്റപ്പെടുത്താണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയാണ്, എന്താ ഏട്ടത്തി ഉണ്ടായത് ചോദിക്കുമ്പോൾ രേവതി അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം രവീന്ദ്രനോടും കുടുംബത്തിനോടും വിവരിക്കുകയാണ്. വിവരിച്ചു കഴിയുമ്പോൾ ശ്രീകാന്ത് പറയണ, എന്തായാലും ഏട്ടൻ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതല്ലേ, അത് ഇങ്ങനെ ആയിപ്പോയല്ലോ. സാരമില്ല. വർഷേ, നിന്റെ അമ്മോട് എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? നിന്റെ അമ്മ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടണമെന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് വർഷയോട്. അപ്പോൾ വർഷ പറയാണ്, സത്യമായിട്ട് അമ്മ ഇങ്ങോട്ട് വരുന്ന എനിക്ക് അറിയില്ലായിരുന്നു ശ്രീകാന്തെ. രേവതി ചേച്ചി എന്നോടൊരു സഹായം ചോദിച്ചു, ഞാനത് അമ്മയോട് ചോദിച്ചു, അത്രേ ഉള്ളൂ. നീ എന്തിനാ ഇവളെ സഹായിക്കണം? വർഷേ, നിന്റെ ശത്രുവല്ലേ ഇവള്, നിങ്ങൾ തമ്മിൽ വഴക്കല്ലേ, പിന്നെന്തിനാ നീ ഇവളെ സഹായിക്കണേ എന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതി ചോദിക്കുമ്പോൾ വർഷയ്ക്ക് ഒന്നും പറയാനില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് രേവതിനെ നിർത്തിപ്പൊരിക്കുകയാണ്. അത് കഴിഞ്ഞ് രവീന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ദേഷ്യം വന്നിട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറയാണ്, എനിക്ക് സന്തോഷമായി. ആദ്യമായിട്ട് രവിയേട്ടൻ പൊക്കി 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 നടന്നിരുന്ന മരുമോളായിരുന്നു. ആദ്യമായിട്ടാണ് രവിയേട്ടൻ്റെ വായിൽ നിന്ന് ഇത്രയും ചീത്ത അയക്കണവൾക്ക്. നന്നായുള്ളൂ. കണ്ടില്ലടി, അദ്ദേഹത്തിന് കൂടി ദേഷ്യമായി നിന്നോട്. ഇനിയിപ്പോൾ എന്തായാലും വരണോടത്ത് വെച്ച് അനുഭവിച്ചോളേം. കുടുംബത്തിൻ്റെ നാണവും മാനവും ഒക്കെ പോയില്ലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇനി എല്ലാവരും പോയി കിടന്നോ പറയാണ്. അപ്പോൾ വർഷ ശ്രീകാന്തും പോയി, ശ്രുതിയും പോയി. ചന്ദ്രമതി എഴുന്നേറ്റ് കിടക്കാൻ പോണ സമയത്ത് രേവതിയോട് പറയാണ്, ഇതൊക്കെ തന്നെയാണ് നിന്റെ യോഗം. അവനെ പ്രതി വിഷമിക്കാനാണ് നിന്റെ യോഗം. ഒരുത്തൻ പോലീസ് ലോക്കപ്പിൽ കിടക്കുന്നു, ഒരുത്തി ഇവിടെ ഇരുന്ന് അവനെ ആലോചിച്ചിട്ട് കരയണു. കുടുംബത്തിന്റെ മാനം കളയാനായിട്ട് ഇനി വരണോടത്ത് വെച്ച് കാണാം എല്ലാം, അത്ര തന്നെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പോയി കിടക്കാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതി അവിടെ നിന്ന് ഇങ്ങനെ കരയാണ്. രേവതിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. കാരണം അവളുടെ പ്രിയതമൻ കിടക്കുന്നത് ജയിലിലാണ്, ലോക്കപ്പിലാണ്. ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ കരയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം പുലർന്നു. ശരത്തും ദേവും കൂടിയിട്ട് രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട്. രേവതി വരുമ്പോൾ ഇവരുണ്ട് ഒരു സ്റ്റേഷനിൽ നിൽക്കണം. അപ്പൊ രേവതി ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പോൾ, അതെ, ഇവൻ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല ചേച്ചി, ഇവൻ എനിക്കൊരു സ്വൈരം നിന്നിട്ടില്ല, രാവിലെ ആകുമ്പോഴേക്കും പോവാന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ശരത്ത് പറയും, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ചേച്ചി, സച്ചേട്ടൻ ഇവിടെ അല്ലേ, എനിക്ക് വേണ്ടിയിട്ടല്ലേ സച്ചേട്ടൻ അത് ചെയ്ത്, പിന്നെ ഞാൻ എങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങും എന്നൊക്കെ ചോദിക്കുകയാണ്. അതിന് മുൻപ് തലേ ദിവസം അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചന്ദ്രോദയത്തില് ശ്രീകാന്ത്. അപ്പൊ വേണ്ട, ഞാൻ നാളെ രാവിലെ പോയി സംസാരിച്ചോളാം, അപ്പൊ അദ്ദേഹത്തിന് വിട്ടോളും എന്നുള്ള ഉറപ്പ് രേവതിക്ക് ഉണ്ടായിരുന്നോണ്ട് രേവതി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രോദയത്തില്.
അങ്ങനെ ഇവർ സ്റ്റേഷനിൽ നിന്ന സമയത്ത് CI മാഡം ഉണ്ടോ ചോദിക്കുമ്പോൾ ഉണ്ട് പറയുമ്പോൾ ശരി നിങ്ങൾ വാ നമുക്ക് സംസാരിച്ച് നോക്കാം. പറ്റേ ശരത്തിനെയും ദേവുവിനെയും കൂട്ടി രേവതി സ്റ്റേഷനുള്ളിലേക്ക് കിടക്കാണ്. ഉള്ളിലേക്ക് കിടന്ന് അവിടെ ചെന്ന് CI മാഡത്തിനോട് മാഡം ഞാൻ സച്ചിയുടെ വൈഫാണ് രേവതി, വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ആ പ്രിൻസിപ്പാളിനെ കബളിപ്പിക്കുകയല്ല ചെയ്തത്, നിങ്ങൾ ചെയ്ത് തെറ്റല്ലേ? തെറ്റ് തന്നെയാണ് മാഡം, അദ്ദേഹം നല്ലവനാ, അദ്ദേഹം ഒരിക്കലും എന്നെ ഉപദ്രവിച്ചിട്ടില്ല, വളരെ നല്ലവനാണ്, നല്ല മനസ്സാണ്, നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതാ മാഡം, അതിങ്ങനെയൊക്കെ ആയിപ്പോയി, ക്ഷമിക്കണം മാഡം, ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല പറയണ രേവതി. ശരി ശരി ഡോ മോഹന, സച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ ലോക്കപ്പിലുണ്ട്. അപ്പോൾ പോലീസ് ചെന്നിട്ട് പറയാം സച്ചി തന്നെ വിട്ടു പറയാം. സത്യമാണോ സാർ ചോദിക്കുമ്പോൾ ദയവായോ ഒപ്പിട്ടിട്ട് പൊക്കോ പറയാണ്. അങ്ങനെ സച്ചിനെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരും. ശശി മാഡത്തിന് വണക്കം കൊടുക്കും. അപ്പോൾ പറയും ഇനി മേലെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്, ഡ്രാമ കളികളൊക്കെ കൊള്ളാം, പക്ഷെ ആവശ്യമില്ലാതെ ആവരുത്, ഇനി ഇങ്ങനെ ഡ്രാമ കളിച്ച് നിന്നെ നേരെ കൊണ്ടുപോവാ സ്റ്റേഷനിലേക്കല്ല കോടതിയിലേക്കാണ്, അവിടെ കൊണ്ട് ജയിലിലിടും എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി പറയും ഇല്ല മാഡം, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല, ഒരബദ്ധം പറ്റിയൊരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തത്, ഏതോ ഒരുത്തിന് പരീക്ഷ എഴുതാൻ വേണ്ടി ചെയ്തല്ലേ, നിങ്ങളിൽ ഒരു നന്മയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ശരത്ത് പറയും എനിക്ക് വേണ്ടിയിട്ടാണ് മാഡം, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല, എന്തിനാടാ വീട്ടുകാരും നാട്ടുകാരും നാണം കെടുത്താൻ വേണ്ടി അറ്റൻഡൻസ് ഒക്കെ കളഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കണം, നിനക്ക് നേരാവണ്ണം കോളേജിൽ പൊക്കൂടെ എന്നൊക്കെ ചോദിച്ച് CI അവനെ ശാസിക്കുകയാണ്. ശരി ശരി പൊക്കോ ഒപ്പിട്ട് കൊടുത്തിട്ട് പറയാം. അപ്പം അങ്ങനെ എല്ലാവരും പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നിട്ട് സച്ചി ചോദിക്കുകയാണ് നിങ്ങളൊക്കെ രാവിലെ ആകുമ്പോഴേക്കും ഇങ്ങോട്ട് എത്തിയില്ലേ, പിന്നെ ഇല്ലാണ്ട് എന്നാൽ വാ നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ ദേവു പറയണ സച്ചിട്ടാ എനിക്ക് സന്തോഷമായി. എന്തിന്? ഞാൻ ലോക്കപ്പിൽ കിടന്നേനോ? അതിനാണ് നിനക്ക് സന്തോഷമായി? അതല്ല സച്ചിയേട്ട ശരത്തിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലേ, ഇത്രയൊക്കെ ചെയ്തില്ലേ, ഒരുപാട് സന്തോഷമായി സച്ചിയേട്ട, വളരെയധികം സന്തോഷമായി. അത് പിന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് രേവതിയുടെ കുടുംബത്തിനെ എൻ്റെ കുടുംബത്തിനെ പോലെ കാണണമെന്ന്, അപ്പം പിന്നെ എനിക്ക് കണ്ണും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ, അവനെ സഹായിക്കേണ്ടതെന്ന് പറയുമ്പോൾ ശരത്ത് കരയാണ്. നീ എന്തിനാടെ കരയണ്? ഞാൻ സച്ചേട്ടൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ ഞാൻ സച്ചേട്ടനോട് എങ്ങനെയൊക്കെ പെരുമാറി, സച്ചേട്ടനെ ഞാൻ എത്രയേറെ ദ്രോഹിച്ചു, സച്ചേട്ടനെ ഞാൻ എന്തൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി, എന്നിട്ട് സച്ചേട്ടൻ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ എന്നെ സഹായിച്ചില്ലേ, എന്നോട് ക്ഷമിക്കണേ സച്ചേട്ടാ പറഞ്ഞിട്ട് ശരത്ത് സച്ചിയുടെ കാല് പിടിക്കണം. ചേ നീ കാലൊന്നും പിടിക്കലേ എന്നിട്ട്, അതൊന്നും ഇല്ലടാ, എന്തായാലും ഞാൻ കിടന്നത് ലോക്കപ്പിൽ കിടന്നെന്നുണ്ടെങ്കിലും നല്ല കാര്യം നടന്നല്ലോ, നിനക്ക് പരീക്ഷ എഴുതാൻ പറ്റുമല്ലോ, നമ്മളത് സാധിപ്പിച്ചെടുത്തില്ലേ, അത് മതി എന്ന് പറയാണ് ശരത്തിനോട്. സച്ചി മതിടാ കരയല്ലേ കണ്ണ് തുടക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കാണുമ്പോൾ രേവതിക്കും ദേവുവിനൊക്കെ സന്തോഷം കൊണ്ട് മനസ്സ് നിറയാണ്. ഇനി വാ നിനക്ക് ജോലിക്ക് പോണ്ടേ ദേവു, ശരത്തിനെ നിനക്ക് കോളേജിൽ പോണ്ടേ, നിങ്ങൾ വിട്ടോ പറഞ്ഞിട്ട് ശരത്തിനെയും ദേവുവിനെയും സച്ചി പറഞ്ഞയക്കണം. എന്നിട്ട് രേവതിയോട് ചോദിക്കാണ് പോവാ നമുക്ക് വീട്ടിലേക്ക് ചോദിക്കുമ്പോൾ പോവാ സച്ചിയേട്ടാന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയാണ് എന്തായാലും നമ്മൾ വിചാരിച്ച കാര്യം നടന്നല്ലോ രേവതി, ഒരു ദിവസം ലോക്കപ്പിൽ കിടന്നെന്താ, പിന്നെ ഇപ്പം എനിക്കിപ്പോൾ ഇതൊക്കെ ശീലമായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, വിചാരിച്ച കാര്യമൊക്കെ നടന്നു, ഇനി വീട്ടിലൊരാൾ ഇരിക്കണ്ടേ, അങ്ങനെ ചെല്ല് എന്ന് പറയണ രേവതി സച്ചിയോട്. അയ്യോ ആരാ, അച്ഛനാണോ? അച്ഛൻ എന്നെ പായോ, ബാക്കി വീട്ടിൽ നിന്ന് കേൾക്കാന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിയും കൂടി അങ്ങനെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയി ഈ സമയത്ത് ചന്ദ്ര ചെടികൾ നനയ്ക്കുകയാണ്. അപ്പോൾ ഒരു ഓട്ടോ വന്ന് പഠിക്കൽ നിൽക്കും. ചന്ദ്രൻ നോക്കുമ്പോൾ അതിന്ന് സച്ചി ഇറങ്ങും, രേവതി ഇറങ്ങും. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് സച്ചിനെ നോക്കുമ്പോൾ സച്ചി രേവതിയോട് പറയണ രേവതി എന്താ ഇവരിങ്ങനെ നോക്കണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് രവീന്ദ്രൻ ഇറങ്ങി വന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ചന്ദ്രൻ പറയണ രവിയേട്ടാ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിമാനം കാക്കണ മോൻ ലോക്കപ്പിൽ നിന്ന് വന്നിട്ടുണ്ട് ആയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുമ്പോൾ ശ്രുതിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവരൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ശ്രുതി ചോദിക്കണം അമ്മ എനിക്ക് ചായ തന്നില്ലല്ലോ, ചായ തരാൻ എങ്ങനെ, വെളിച്ചാകുമ്പോൾ ഒരുത്തിപ്പെടുന്ന എഴുന്നേറ്റ് പോയതല്ലേ, എവിടേക്കാന്ന് പോലും പറയാതെ, ഞാൻ എവിടേക്കും പോയതല്ല, ഞാൻ സച്ചേട്ടനെ കൊണ്ടുവരാൻ വേണ്ടി പോയതോ, സച്ചേട്ടനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, എന്താ അവൻ അവാർഡ് ദാനമൊക്കെ കഴിഞ്ഞ് അവാർഡൊക്കെ മേടിച്ചിട്ടല്ലേ വരുന്നത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഒരാളോട് പറഞ്ഞിട്ട് പോയാൽ എന്താ നിനക്ക് ഇവിടുന്ന് പോകുമ്പോൾ, അപ്പോൾ എനിക്ക് ചായ കിട്ടിയില്ല അമ്മയെ പറയും ശ്രുതി. എങ്ങനെ തരാനാടാ, അവളിങ്ങനെ തെണ്ടി നടക്കല്ലേ എന്നൊക്കെ പറയണം. അപ്പോൾ രവീന്ദ്രൻ അങ്ങനെ വരും. രവീന്ദ്രൻ വരുമ്പോൾ രവീന്ദ്രൻ സച്ചിയോട് ഒന്നും മിണ്ടണില്ല. അപ്പോൾ ചന്ദ്ര വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോക്കപ്പിലൊക്കെ കിടന്നു വന്നപ്പോൾ സമാധാനമായല്ലോ, ഏതെങ്കിലും ഒരുത്തന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ, ബുദ്ധിയും ബോധവും ഇല്ലാണ്ട്. അപ്പോൾ ശ്രുതി വീണ്ടും പറയാം അതേടാ നിന്നെ പോലീസുകാർ വിട്ടോ, ഇനിയിപ്പോൾ അടുത്ത ഏതിനെ കയറണം എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയും ശ്രുതിയോട് നേരാവണ്ണം ആരെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ഇപ്പോൾ ജയിലിൽ അഴിയണേണ്ട ആളാണ്, നീ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, നീ അത്ര നല്ലോണമെന്നല്ല, നിൻ്റെ അത്ര ഫ്രോഡൊന്നല്ലടാ, ഞാൻ നല്ലൊരു കാര്യത്തിന് വേണ്ടി ചെയ്തതാന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ശ്രുതിയോട് തിരിച്ച് ചൂടാവാണ്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് രവീന്ദ്രൻ ഒന്നും മിണ്ടില്ല.
അത് കഴിഞ്ഞ് രവീന്ദ്രൻ അകത്തേക്ക് പോകുമ്പോൾ സച്ചി വിളിക്കും. അപ്പോൾ ബാക്കി എല്ലാവരും അകത്തേക്ക് വരിക. ചന്ദ്ര പറയും, വാ നിങ്ങൾക്ക് ഞാൻ ചായ ഇട്ട് തരാമെന്ന് പറയും ചന്ദ്ര. എന്നിട്ട് സുധീനെയും കൂട്ടി അകത്തേക്ക് പോവാണ്. അപ്പോൾ രവീന്ദ്രൻ അവരുടെ പുറകെ പോകാൻ തുടങ്ങുമ്പോൾ സച്ചി വിളിക്കും. സച്ചി വിളിച്ചിട്ട് പറയും, അച്ഛൻ എന്താ എന്നോട് മിണ്ടാത്തെ? അച്ഛൻ എന്നോട് ദേഷ്യമാണോ? ഞാൻ ചെയ്തത് തെറ്റാണോ അച്ഛൻ? ഞാൻ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ചെയ്തത്? അച്ഛനല്ലേ എന്നോട് പറയാറ് നല്ല കാര്യം ചെയ്യുമ്പോൾ കുറച്ച് കള്ളത്തരൊക്കെ ആവാന്ന്, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ഒരു കുറ്റവാളിയെ പോലെ കുമ്പസാരം നടത്താണ് രവീന്ദ്രന്റെ മുമ്പിൽ. പക്ഷെ രവീന്ദ്രൻ അതൊന്നും കേട്ടിട്ട് സച്ചിയുടെ മുഖത്തേക്ക് നോക്കണില്ല, സച്ചിയോട് ഒരു അക്ഷരം സംസാരിക്കുന്നില്ല. രവീന്ദ്രന്റെ പ്രതിഷേധം നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ സച്ചി അച്ഛൻ പിണങ്ങിയില്ലോ എന്നുള്ള വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ക്ലൈമാക്സ് വരുന്നത്. അപ്പം എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിനെല്ലാം നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.